നമ്മൾ ചിലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ട് ചില ആളുകളോട് ചോദിക്കുന്നത്, നിനക്കൊന്ന് കൊടുക്കായിരുന്നില്ലേ? അപ്പൊ അവര് പറയുന്ന മറുപടി വളരെ രസകരമാണ്. എന്നെ കാലൊന്ന് ഒതുക്കി നിർത്താൻ സമ്മതിച്ചിട്ട് വേണ്ടേ എനിക്കൊന്ന് കൊടുക്കാൻ? വീണ്ടും നമ്മൾ കേട്ടിട്ടുണ്ട്, ഒന്ന് തടുക്കായിരുന്നില്ലേ അടി? അതിനും മറുപടി പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? അടുത്ത് നിന്ന് അടിക്കുന്നവരെ, അല്ലെങ്കിൽ ആ അടുത്ത് നിന്ന് അപ്രതീക്ഷിതമായി നമുക്ക് കിട്ടുന്ന അടി, അത് തടുക്കാൻ നമുക്ക് കഴിയില്ല. ഇത്തിരി ദൂരെ നിന്നാണെങ്കിൽ അത് നമുക്ക് തടുക്കാം. ഒരു പ്രിപ്പറേഷൻ എടുക്കാനുള്ള സമയമുണ്ട്. വളരെ ചിന്തനീയമാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വരുന്ന ചില വേദനകൾ അത് നമ്മളെ തകർത്ത് കളയും. അതായത് നമ്മൾ പ്രിയമെന്ന് ചിന്തിക്കുന്ന ആളുകളിൽ നിന്ന് വരുന്ന പ്രശ്നങ്ങളും അവരുണ്ടാക്കുന്ന പ്രയാസങ്ങളും, അതിന് കാരണം നമ്മൾ ഒരു കാരണവശാലും അവരിൽ നിന്ന് അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളുകൊണ്ട് അവരെ അങ്ങേയറ്റം സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങനെയുള്ളവരിൽ നിന്ന് വരുന്ന വേദനകളും പ്രയാസങ്ങളും നമ്മളെ തകർക്കുന്നത്. ഇതുപോലെ തന്നെയാണ് ചില ഗ്രൂപ്പുകളെ നമ്മൾ അങ്ങേയറ്റം സ്നേഹിച്ചാൽ, ഗ്രൂപ്പ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് പറയുന്നത് ഒരു ഗ്രൂപ്പിസം അല്ല, ഒരു ഗ്യാങ്. അത് മേ ബി ഫാമിലി ആകാം, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട പല സംവിധാനങ്ങളാകാം. ആത്മാർത്ഥമായി ഉൾക്കൊണ്ട് സ്നേഹിച്ച ആ തലങ്ങളിൽ നിന്ന് നമുക്ക് വരുന്ന വേദനയും പലപ്പോഴും നമ്മളെ തകർത്ത് കളയും. എന്നാൽ വേദപുസ്തകം ഇങ്ങനെ പറയുന്നു, നിന്റെ ഭാരം ദൈവത്തിന്റെ മേൽ വെച്ചു കൊടുക്കുക. പ്രിയമുള്ളവരെ, നമുക്ക് തടുക്കാൻ പറ്റാത്തതിനെ, നമുക്ക് പ്രതിരോധിക്കാൻ കഴിയാത്തതിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ഒരുത്തനുണ്ട്. അത് എൻ്റെ കയ്യിൽ നിങ്ങൾ താ, എൻ്റെ മേൽ ഭരമേൽപ്പിക്ക എന്ന് പറഞ്ഞ ദൈവം നമ്മുടെ കൂടെയുണ്ട്. നമുക്കറിയാം, മനുഷ്യർ നമ്മളെല്ലാം അശക്തരാണ്, നമ്മൾ ബലഹീനരാണ്, പരിമിതികളുള്ളവരാണ്. നമുക്ക് അസാധ്യമെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. നമ്മൾ എവിടെ പൂർണ്ണ എല്ലാം തികഞ്ഞവരാരാ ഉള്ളേ? പക്ഷെ ദൈവം എല്ലാം തികഞ്ഞവനാണ്, എല്ലാം നിറവേറ്റുവാൻ കഴിവുള്ളവനാണ്, മഹാശക്തിയുള്ളവനാണ്, സർവശക്തനാണ്. പ്രിയമുള്ളവരെ, നമുക്ക് നിൽക്കാൻ കഴിഞ്ഞില്ല, പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വിഷയങ്ങൾ, ആ വിഷമങ്ങൾ ആ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മൾ കൊടുത്താൽ, ആ ദൈവത്തിന്റെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിച്ചാൽ, തീർച്ചയായിട്ടും നമ്മുടെ വിശ്വസ്തത കണക്കാക്കി നമ്മുടെ പരമാർത്ഥത മനസ്സിലാക്കുന്നവൻ നമുക്ക് വേണ്ടി, ഈ ലോകശക്തികൾ ആരും നിന്റെ കൂടെ ഇല്ലെങ്കിലും, ഈ ലോകശക്തികൾ ആരും നിനക്ക് പ്രതിരോധം കൽപ്പിച്ചില്ലെങ്കിലും, നിനക്ക് അനുകൂലമായൊരു വാക്ക് പറഞ്ഞില്ലെങ്കിലും, ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലം നിൽക്കുവാൻ ഒരാൾക്കും കഴിയത്തില്ല. ഈ ദിവസങ്ങളിൽ നമ്മളെ തന്നെ ഒന്ന് ഒരുക്കുവാൻ, നമ്മളെ തന്നെ ഒന്ന് പ്രിപ്പയർ ചെയ്യാൻ, എന്തിനു വേണ്ടിയിട്ട്? ദൈവം നമ്മുടെ അനുകൂല ഒരു ഘടകമായി മാറാൻ. ലോകമല്ല, ലോകം വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല, ലോകക്കാർ വേണ്ടെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ അവരിൽ നിന്ന് ലഭ്യമാകാത്ത നീതി നിനക്ക് നൽകി തരുവാൻ കഴിയുന്ന, അവരിൽ നിന്ന് ലഭ്യമാകാത്ത സഹായം നിനക്ക് ലഭിക്കുവാൻ കരുത്ത് പകരുന്ന, വഴിയൊരുക്കുന്ന ദൈവം നിന്നെ അറിയുന്നവനാണ്. ദൈവം ഒരു വഴി തുറന്നാൽ അതിനെ അടയ്ക്കാൻ ആർക്കും കഴിയത്തില്ല. ദൈവം ഒരു വഴി അടച്ചാൽ അതിനെ തുറക്കുവാനും ആർക്കും കഴിയത്തില്ല. അത്രമാത്രം ശക്തിയുള്ള ദൈവം നമ്മോട് പറയുകയാണ്, നിന്റെ ഭാരം, നീ ഇന്ന് കടന്നു പോകുന്ന വേദനകൾ, ഇന്ന് നീ അനുഭവിക്കുന്ന ദുരിതങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന കടഭാരങ്ങൾ, ഇന്ന് നീ അനുഭവിക്കുന്ന മറ്റു വേദനകൾ, രോഗമാകട്ടെ, എന്ത് തന്നെയാകട്ടെ, എന്തും തുറന്ന മനസ്സോടെ പൂർണ്ണമായി വരമേൽപ്പിക്കുവാൻ കഴിവുള്ള, അതിനെ ഏറ്റെടുക്കാൻ കഴിവുള്ള ഒരു ദൈവമാണ് പറയുന്നത്, നിന്റെ ഭാരം എൻ്റെ മേൽ വെക്ക്, എൻ്റെ മേൽ വെക്ക്. തീർച്ചയായിട്ടും അത് പറയണമെങ്കിൽ അത് ഉത്തരവാദ ബോധത്തോടെ നിറവേറ്റുവാൻ കഴിയുന്ന ഒരു ശക്തിയാണ് ദൈവം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും ഈ ദിവസങ്ങളിൽ നമ്മൾ മുറവിളിയിട്ട് കരയാതെ, അല്ലെങ്കിൽ ആവലാതിപ്പെട്ട് കരയാതെ, എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന് ചോദ്യം ചെയ്യാതെ, പിറുപിറുപ്പ് മനസ്സോടെ മുമ്പോട്ട് പോകാതെ, ദൈവം നമ്മളോട് പറഞ്ഞ വാക്കുകളെ പൂർണ്ണമായി അംഗീകരിച്ച് ദൈവകരങ്ങളിലേക്ക് നമ്മുടെ പ്രശ്നങ്ങളെ, നമുക്ക് കഴിയില്ല എന്ന് തോന്നിയ, നമ്മൾ പരാജയപ്പെട്ടു എന്ന് തോന്നിയ ആ വിഷയങ്ങളെല്ലാം ഭരമേൽപ്പിച്ചാൽ ദൈവം ചന്തവും ഉചിതവുമായിട്ട് നിറവേറ്റുവാൻ കഴിയുന്നവനാണ്. ആ ദൈവം നമ്മുടെ ആ വിഷയത്തിൽ നാം പരാജയപ്പെട്ട് നാം തകർന്നു നിൽക്കുന്ന സ്ഥാനത്ത്
നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുന്നത് കാണുവാൻ സർവശക്തനായ ദൈവം നമുക്ക് ഓരോരുത്തർക്കും അവസരങ്ങൾ ഒരുക്കട്ടെ. അതിനുവേണ്ടി നമുക്ക് വിധേയപ്പെടാം എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.